BJP പ്രതിനിധി ശ്രീ അഖിലിലേക്ക്. അഖിൽ, PM ശ്രീ ഒരു RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു നീക്കമെന്നാണ് ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം ലീഗും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. യഥാർത്ഥത്തിൽ PM ശ്രീ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണോ അതോ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള മറ്റൊരു മാർഗമാണോ, ഒരു നിങ്ങളുടെ ഒരു ഹിഡൻ അജണ്ടയാണോ എന്നതാണ് പ്രധാനമായി അറിയേണ്ടത്. അതോടൊപ്പം എന്തിനാണ് ഈ പദ്ധതിയെ UDFും LDFും എതിർക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അവർ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തിനെയാണ്? അതായത് ലീഗിന്റെ എതിർപ്പ് മൂലമാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഇതിൽ എതിർപ്പ് അറിയിക്കുന്ന കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ലീഗ് ആയാലും ഇടതുപക്ഷമായാലും സാധാരണ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിക്കണ്ട എന്ന ഒരു ഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞ് എതിർപ്പറിയിക്കുന്ന പിണറായി വിജയൻ്റെ CPM ആയാലും ബിനോയ് വിശ്വത്തിൻ്റെ CPI ആയാലും അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ്? ഈ പിണറായി വിജയൻ്റെ കൊച്ചുമകൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തെ സർവോദയ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ പറഞ്ഞ ജസ്മോൻ ഇതെല്ലാം അവകാശവാദവും ഉന്നയിച്ച ജസ്മോൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും? എവിടെയാണ് മകളും ജോലി ചെയ്യുന്നതൊക്കെ? എന്തിനാണെന്ന് ഇങ്ങനെ വന്നിരുന്ന് കള്ളം പറയുന്നത്? നമ്മൾ സ്വയം ആദർശം പറയുമ്പോൾ ജീവിതത്തിൽ ആദർശം നടപ്പിലാക്കിയിട്ടാണ് മറ്റുള്ളവന് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞുകൊണ്ടുള്ള ഈ ആദർശം പറയേണ്ടത്. പിന്നെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് അതൊരു നിലപാടില്ലാത്തൊരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പിൻതലമുറക്കാരനാണ്. ഞാൻ പറഞ്ഞോട്ടെ എന്ന് ജസ്മോനെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ ഇടപെടാതിരുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എന്ത് കള്ളം വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ കിട്ടുന്ന സുഖം, ജസ്മോൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ നിന്നും ഒന്ന് യാത്ര ചെയ്ത് കണ്ണൂർ കടന്ന് അവിടെ മാഹിയിലേക്ക് പോയാൽ, അങ്ങ് AYFയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ, അങ്ങ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ കണ്ണൂരിൽ നിന്ന് മാഹി പാലം കടന്ന് ഒന്ന് മാഹിക്ക് അപ്പുറത്തേക്കുള്ള ആ പാലത്തിനും അപ്പുറത്തുള്ള മാഹി ഉസ്മാൻ സ്കൂളിലേക്കൊന്ന് പോകണം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടോ എന്ന് അങ്ങ് ഒന്ന് പരിശോധിക്കണം. അവിടുത്തെ കുട്ടികൾ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. ആ കുട്ടികൾ അനുഭവിക്കുന്ന സുഖം എന്താണ് എന്ന് അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അങ്ങയുടെ നാടായ ആലപ്പുഴയിലും ഹരിപ്പാട്ടിലെയും സ്കൂളിലെ കുട്ടികൾക്കും അത്തരത്തിലുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നൊരാഗ്രഹം അങ്ങയുടെയും മനസ്സിലുണ്ടാകുള്ളൂ. ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി അങ്ങയും അങ്ങയുടെ പാർട്ടിയും ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന ഒരു നിലപാടാണ് PM ശ്രീ എതിർക്കുന്നതിലൂടെ ഉണ്ടായത്. കഴിഞ്ഞ തവണ അങ്ങ് പറഞ്ഞൊരു രസകരമായ ഒരു കാര്യം, PM ശ്രീ ധാരണാപത്രം മാത്രമാണ്, LDF ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ മന്ത്രി അതിൽ പോയി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും അതിൻ്റെ ഭാഗമായി സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി കിട്ടേണ്ട 92.41 കോടി രൂപ വാങ്ങി വരികയും ചെയ്ത ഒരു സാഹചര്യം ഈ കേരള നാട്ടിലുണ്ടായിരുന്നു. അങ്ങയുടെ മന്ത്രിമാർ അറിയാത്തതുകൊണ്ടും അങ്ങയുടെ ഘടകകക്ഷികൾ അറിയാത്തതുകൊണ്ടും മാത്രമാണ് അത് കിട്ടിയതെന്ന ചില അടക്കം പറച്ചിലുകൾ ശിവൻകുട്ടിയും അടക്കമുള്ള മന്ത്രിമാർ ഈ നാട്ടിൽ പറഞ്ഞതുമെല്ലാം നമ്മളുടെ ഓർമ്മകളുടെ വിഭൂതിയിലുണ്ട് ജസ്മോനെ. പിന്നെ ഇവിടെ നിഷേധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു തുകയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. ഒരു MOU മാത്രമാണ് അത്. നിങ്ങളുടെ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായി ഒന്നും സംഭവിക്കില്ല. അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യവും കേരളത്തിന് ലഭ്യമായിട്ടില്ല എന്നല്ലേ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, നിങ്ങൾ വാക്കുകൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട. ഈ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ആദ്യഘട്ടത്തിൽ ഒപ്പിട്ട് കേരള സർക്കാരിന് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി ലഭിക്കേണ്ട 452.04 കോടി രൂപയിൽ ഒന്നാം ഗഡു എന്ന നിലയ്ക്ക് 92.41 കോടി രൂപ ഈ കേരള സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. കേരള സർക്കാരിന് അതിൽ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം അത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പൈസ കിട്ടി, ഇത് മികച്ച പദ്ധതിയാണ്, PM ശ്രീ മികച്ച പദ്ധതിയാണ് എന്ന് ആദ്യം പറഞ്ഞ
പറഞ്ഞത്. അത് യുവമോർച്ചയോ BJP ആയിരുന്നില്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V. ശിവൻകുട്ടിയാണ് പറഞ്ഞത്. എന്തേ കേരളത്തിലെ കുട്ടികൾ PM ശ്രീ പദ്ധതി പ്രകാരം പഠിച്ചാൽ കുഴപ്പം എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തു നോക്കി കേരളത്തിലെ V. ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. എഴുതിയ തലക്കെട്ട് ദേശാഭിമാനി, PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിയാൽ കിട്ടുന്ന ഗുണം അത് സാധാരണക്കാരൻ്റെ മക്കൾക്ക് എന്നതാണ് എഴുതിയ ഹെഡിങ്. ഇപ്പോൾ ഇവർ മലക്കം മറിയുന്നത് ഇത് രാഷ്ട്രീയ അജണ്ടയാണ്. അത് കോൺഗ്രസ് ആയ UDF ആയാലും CPM CPI അടങ്ങുന്ന LDF ആയാലും ഇവർ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവർ ഈ കോൺഗ്രസിന്റെ ഇപ്പോൾ ഈ ലീഗുകാർ കണ്ണുരുട്ടിയതിന്റെ ഭാഗമായി ടോമെ ഒരു മിനിറ്റ് ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടി. മലക്കം മറിഞ്ഞത് കോൺഗ്രസ് അല്ല, CPM മലക്കം മറിയുന്നു എന്നല്ലേ ആരോപണം? അല്ല, ഞാൻ ഇപ്പോ ആദ്യഘട്ടത്തിൽ ഒന്നാമത് ഈ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ചോദ്യോത്തര വേളയിൽ തന്നെ അടിയന്തര പ്രമേയം വരുമ്പോഴും ചോദ്യോത്തര വേളയിൽ വരുമ്പോഴും ഒക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് സർക്കാരിനുള്ളത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ ആദ്യത്തെ UDF യോഗം ചേരുന്ന സമയത്ത് UDF കൺവീനർ, ഔദ്യോഗികമായി UDFിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കേണ്ട UDF കൺവീനർ പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരത്തെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നതാണ്. പക്ഷെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് UDFിൻ്റെ ഒരു വൈസ് ചെയർമാനായിട്ടുള്ള ആ UDFിലെ 100 MLA-മാരിൽ 24 MLA-മാർ മാത്രമുള്ള ലീഗിൻ്റെ ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവ്, കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി വന്ന് ഒരു പ്രസ്താവന നടത്തുമ്പോഴേക്കും മലക്കം മറിയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പറയുന്നു, ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാമത്തെ പ്രധാന കക്ഷിയുടെ എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ മുടങ്ങിയത് കേരള നാട്ടിലെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്തും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പേരിൽ ഈ രണ്ടാനമ്മ നയത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും കേരളത്തിലെ കുട്ടികൾ അനുഭവിക്കേണ്ട ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് PM ശ്രീ പദ്ധതി പ്രകാരം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രകാരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട്. CBSE സിലബസ് പഠിപ്പിക്കുന്ന 1470 സ്കൂളുകൾ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. CIC ഈ എഡ്യൂക്കേഷൻ പദ്ധതി പ്രകാരം, അതായത് കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ്റെ ബോർഡ് പ്രകാരം പ്രവർത്തിക്കുന്ന 170 സ്കൂളുകൾ ഈ കേരളത്തിൽ PM ശ്രീ പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ പ്രകാരം 310 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാലയത്തിൻ്റെ ഭാഗമായി 41 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജവഹർ ഈ നവോദയ വിദ്യാലയത്തിൻ്റെ ഭാഗമായി 14 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സൈനിക് സ്കൂളുകളിൽ 4 സൈനിക് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 2009ഓളം സ്കൂളുകൾ കേരളത്തിൽ PM ശ്രീ പ്രകാരം നടത്തുന്നുണ്ട്. ഈ 2009 സ്കൂളുകളിലേക്കും കുട്ടികളെ അയക്കുന്ന രക്ഷകർത്താക്കളുടെ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് വന്ന് അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ BJPക്കാർ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ RSSൻ്റെ അനുകൂലികളുടെ മക്കൾ മാത്രമല്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ 2009 സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് എന്തേ അവർ പറയുന്നില്ല? ഇവിടെ PM ശ്രീ പ്രകാരം അത് കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ ഈ പഠന പ്രകാരം കേരളത്തിൽ ഒരു RSS അജണ്ടയാണ് തിരുമിക്കയറ്റുന്നതെന്ന് ഒരു രക്ഷകർത്താവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നില്ലല്ലോ. അങ്ങനെ പണമുള്ളവൻ്റെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ അടക്കം ഇതുപോലത്തെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സാധാരണക്കാരനായ കർഷകൻ്റെയും കർഷക തൊഴിലാളികളുടെയും കട്ട ചുമക്കുന്നവൻ്റെയും സാധാരണക്കാരൻ്റെയും മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് 14,000-ഓളം വരുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് ഇത് വേണ്ടെന്ന് പറയുന്ന എന്ത് രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസിനും CPM-നും CPI-ക്കും പറയാനുള്ളതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വിഷയമാണ്. ഒരു വശത്ത് ഇവിടെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. നിങ്ങളുടെ തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.